കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര മുന്നേറ്റമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ SFI ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. 23 വർഷത്തിന് ശേഷം SFI ഈ യൂണിയൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നത് പുതിയ ഭാരവാഹികളാണ്. അപ്പം എങ്ങനെയാ, തൂക്കിയില്ലേ? അതെ തൂക്കുമെന്ന് പറഞ്ഞിരുന്നു, തൂക്കി. അപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷമാണ് SFI ഇവിടെ കോളേജ് യൂണിയൻ പിടിച്ചെടുക്കുന്നത്. ഇത്രയും കാലം ഒരു യൂണിയൻ ഇല്ലാതെ ഒരു സീറ്റും കിട്ടാതെ നമ്മുടെ സഖാക്കൾ നടത്തിയ വലിയൊരു പോരാട്ടത്തിൻ്റെ അവസാനം എന്നോണമാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്. എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെയും ഇത്രയും കാലം അവർ കാണിച്ച റെസിലിയൻസിൻ്റെയൊക്കെ ഒരു വലിയ റിസൾട്ടാണിത്. ഇതുവരെ യൂണിയൻ കയ്യിലുണ്ടായിരുന്നത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ കൂട്ടായ്മ അവരായിരുന്നു യൂണിയൻ ഇതുവരെ ഭരിച്ചിരുന്നത്. അപ്പോൾ അവർ ആക്ച്വലി വിവിധ രാഷ്ട്രീയ ചിന്താഗതികൾ പുലർത്തുന്ന KSU, MSF, ABVP, SDPI, വെൽഫെയർ പാർട്ടി, ഇത്തരത്തിലുള്ള വ്യത്യസ്ത ചിന്താഗതികളുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വന്ന ഒരു മുന്നണിയായിരുന്നു. SFIയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ കുട്ടികളെടുത്ത് പറഞ്ഞിരുന്നത് നമുക്ക് ക്യാമ്പസിൽ പൊളിറ്റിക്സ് വേണ്ട, ഈ മിൽമ ബൂത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല, നമുക്ക് ഈ കോളേജിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി നടന്നാൽ മതി. ഇങ്ങനെ കുട്ടികളെ കബളിപ്പിച്ച് നടന്നിരുന്ന ഒരു കൂട്ടായ്മയാണ്. പക്ഷേ അത് വലിയ ഒരു വിപത്തുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഈ ഒരു ആശയ പ്രചാരണം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഡോക്ടർ സമൂഹമാണ്. തീർച്ചയായിട്ടും പുറത്തുള്ള സമൂഹത്തോട് നമുക്ക് വലിയ പ്രതിബദ്ധതയുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ വലിയ രീതിയിൽ അവബോധരായിരിക്കേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധേഡാവണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇന്നിവിടെ പരാജയപ്പെട്ടത് ജനാധിപത്യ പ്രക്രിയക്ക് കൂടി ജനാധിപത്യ മൂല്യങ്ങളുടെ കൂടി വിജയമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും എന്ത് മാറ്റമാണ് ഇവിടെ വരുത്താൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ക്യാമ്പസിൽ നമ്മുടെ ഇപ്പോൾ PG സ്റ്റുഡൻറ്റ്, ഞാൻ UUC PG എന്നുള്ള നിലയിലാണ് ഇപ്രാവശ്യം ജയിച്ച് കയറിയത്. PG സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഇതുവരെ യൂണിയൻ കയ്യിലുണ്ടായിരുന്നവർക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് SR സീറ്റ്സിൻ്റെ അൺഅവൈലബിലിറ്റിയാണ്. കൃത്യമായിട്ട് നമ്മൾ 3 വർഷം പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഇയർ SRഷിപ്പ് മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനഫ് SR സീറ്റ്സ് ഇല്ലാത്തത് കാരണം കുറേ ആളുകൾക്ക് അത് കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാലം നമ്മുടെ കരിയർ ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ഇപ്പോഴത്തെ പ്രസ്സിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ PG സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 36 to 48 hours കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി റൂം ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള, നമുക്ക് പലപ്പോഴും പല റൂമുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത് ശോചനീയമാണ്. അതുപോലെ തന്നെ നമുക്ക് കാഷ്വാലിറ്റിയിൽ പോലും ഒരു 100% വൈഫൈ സിസ്റ്റം ഇല്ല. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് ഇങ്ങനെ ഒരു കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് ആക്സസോ സിഗ്നലോ ഒന്നും കിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോസ്റ്റൽ റൂം ഫെസിലിറ്റീസ് കിട്ടുന്നില്ല. ഞാനൊക്കെ ഒരു വർഷം പുറത്താണ് നിന്നത്. ഇത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അക്കമഡേഷനൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സ്റ്റൈപ്പൻ്റൊക്കെ എല്ലാ മാസവും ലേറ്റായിട്ടാണ് വരുന്നത്. നമ്മുടെ സെമിനാർ റൂംസ്, ക്ലാസ് റൂംസ് അതൊക്കെ റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ ഏറ്റവും ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ യൂണിയൻ അധികാരത്തിലേറാൻ പോകുന്നത്. മുൻ മന്ത്രി KT ജലീലിൻ്റെ മകൾ കൂടിയാണ് സുമയ. അപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തന്നെയാണോ? ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലും പൊതുവേ നമുക്ക് ചുറ്റിലും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ എങ്ങനെ നന്നാക്കും, ഇതിനൊക്കെ എന്താ ഒരു പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഒരു സംഘടനയുടെ ഭാഗമായി കഴിഞ്ഞാൽ SFI പോലെയുള്ള ഒരു ശക്തമായ ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു സംഘടനയുടെ ഭാഗമായി കഴിയുകയാണെങ്കിൽ ആ പരാതിക്ക് കുറച്ചും കൂടെ ശക്തി കിട്ടുമെന്നുള്ളത് കൊണ്ട് SFIയുടെ മെമ്പർഷിപ്പ് എടുത്തതാണ്. പിന്നെ ഇങ്ങനെ പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഇടപെട്ട് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കുറച്ച് ടൈം കിട്ടിയത്. അപ്പോഴാണ് എന്തായാലും യൂണിയൻ നമുക്ക് പ്രാവശ്യം തിരിച്ചു പിടിക്കണമെന്ന് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ ഞാനും തുനിഞ്ഞത്. ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമായിട്ടുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു? അത് കുറവായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം യൂണിയനിലെ 8
10 ജനറൽ സീറ്റുകളിൽ 8 സീറ്റുകളും നമ്മുടെ പ്രതിനിധികളാണുള്ളത്. അപ്പോൾ യൂണിയൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം തീർച്ചയായിട്ടും എസ് എഫ് ഐക്ക് തന്നെയായിരിക്കും. പ്രവർത്തനങ്ങളിലും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലും അത് ഒരു തരത്തിലും ബാധിക്കുമെന്ന് തോന്നുന്നില്ല. മറ്റു ഭാരവാഹികളും ഉണ്ട്. ഞാൻ മുഹമ്മദ് സാലിം ജനറൽ സെക്രട്ടറിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഈ വർഷം ഏകദേശം രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻസിനെ പരാജയപ്പെടുത്തിയിട്ട് SFI നിലവിൽ വരുന്നത്. അപ്പോൾ 23 വർഷങ്ങളുടെ സഖാക്കളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഒരു ഫലം കൂടിയാണ് ഈ വർഷത്തെ വിജയം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പ്രാവശ്യം തോറ്റതുകൊണ്ട് മാറിപ്പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നില്ല SFI ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ഇപ്പോൾ കുറച്ച് മുന്നേ ഇവിടെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റാഗിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരിക്കലും ഒരു വോട്ട് പ്രതീക്ഷിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ നമുക്കുള്ളൊരു ആവശ്യം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സൈക്കാട്രി PGസിൻ്റെ കൂടെ നിന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടത്തിയത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ബേസിക് ആയിട്ടുള്ള പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, വിദ്യാർത്ഥികൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലാതെ യൂണിയൻ പിടിക്കുക എന്നുള്ളത് നമ്മളൊരു വർക്ക് ചെയ്യാനുള്ള ടൂൾ മാത്രമായിട്ടാണ് SFI കാണുന്നത്. അപ്പോൾ ഈ യൂണിയൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ചികിത്സാ പിഴവുകൾ നിരന്തരം മെഡിക്കൽ കോളേജിനെ ഒരു പ്രതികൂട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു? ചികിത്സാ പിഴവുകൾ എന്ന് മീഡിയ പുറത്ത് പ്രചരിപ്പിക്കുന്നത് പലതും ചികിത്സാ പിഴവുകളല്ല എന്നുള്ളതാണ് കാര്യം. അതായത് പലതും ഏതൊരു മെഡിക്കൽ കണ്ടീഷൻ നമ്മുടെ മുന്നിൽ വന്നാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. പിന്നെ ഉണ്ടാവുന്ന ഇറേഴ്സ് എന്ന് പറയുന്നത് അത് ഒന്നും കൂടെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന രീതിയും നമ്മുടെ സ്റ്റാഫ് ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള സ്റ്റാഫിനെ വെക്കുക, കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറെയുള്ള ഇറേഴ്സൊക്കെ നമുക്ക് എന്താ പറയുക നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ഏതൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് ഒരു ചികിത്സാ പിഴവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ചികിത്സ കൊടുക്കുക, അതിനോട് രോഗി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക, പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരുന്നുകൾ മാറ്റുക, നമ്മുടെ ചികിത്സാ രീതികൾ മാറ്റുക എന്നുള്ളതാണ് ആ രീതി. പക്ഷെ അത് എല്ലാ കേസുകളും 100% സക്സസ് ആവണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള സിസ്റ്റം ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക, സ്റ്റാഫ് ഷോർട്ടേജുകൾ ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക, ആ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം, മോണിറ്ററിംഗ് സിസ്റ്റം ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 23 വർഷത്തിനു ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് SFI പിടിച്ചെടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് കൂട്ടായ്മയെ നിലംപരിശാക്കിയാണ് SFI ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ മാറ്റം സ്റ്റുഡൻസിന് ഉപകാരപ്രദമാകുമെന്ന വാക്കാണ് ഇവർ നൽകുന്നത്. രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.